ഇതുപോലെ ഫ്രഷായി കറന്നെടുത്ത പാലാണ് നമുക്ക് തരുന്നത്. ഒരാടിനെ കൊണ്ടുവന്ന് വായിട്ട് തുറന്നു നോക്കാണ്. അപ്പൊ ചുമപ്പ് കളർ വേണമെന്നാ പറയുന്നത്. കറുത്ത ശരീരവും വെളുത്ത തലയുമായുള്ള നജൂദി വിഭാഗത്തിൽപ്പെട്ട अब्बास भाई का नाम लो, इधर आओ, डिस्काउंट प्राइस में मिलेगा, अच्छा प्राइस में देगा, मिला के देगा. നമ്മള് കോഴിക്കൂട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്ന് മുട്ട പെറുക്കി എടുക്കൂല, അതുപോലെ മുട്ട നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല നാടൻ മുട്ട, ഭയങ്കര ടേസ്റ്റ്. വെൽക്കം ടു ഷമീബ. ഞാൻ ഇന്നുള്ളത് ഒരു വെറൈറ്റി സ്ഥലത്താണ്. വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം, നമ്മൾ വീടുകളിലും മറ്റും നമ്മൾ പാല് വാങ്ങാറുണ്ടല്ലോ, യു എയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ചും മറായി, റവാബി, അങ്ങനെ പലവിധ ബ്രാൻഡുകളിലെ പാലുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ വാങ്ങാറുള്ളത് 200 ml മുതൽ 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ അതിന്റെ മുകളിലോട്ടുള്ള പാലിന്റെ ബോട്ടിലുകളാണ് വാങ്ങാറുള്ളത്. അത് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് 4-5 ദിവസം നമുക്ക് വാലിഡിറ്റി ഉള്ള പാലുകൾ നമുക്ക് സാധാരണ യു എയിൽ കിട്ടാറുള്ളത്. നമ്മുടെ നാട്ടിലും മറ്റും ഇപ്പോഴ് അധികം ആൾക്കാരെടുത്തുമില്ല, പക്ഷെ എൻ്റെ ഉമ്മയൊക്കെ മുമ്പ് ആടും പശുവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ കറന്ന് നമുക്ക് അരിപ്പയിലൊക്കെ അരിച്ച് അതിൻ്റെ രോമങ്ങളൊക്കെ അരിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജുകളിൽ മറ്റും സൂക്ഷിക്കാറുണ്ടല്ലോ. അതുപോലെ നമുക്ക് യു എയിലും അതുപോലെ നമുക്ക് പാല് ഫ്രഷ് ആയിട്ടുള്ളത് കറന്ന ഉടനെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലെ കാഴ്ചകളും വിവരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമുക്ക് പോകാം. ഞാനീ പോകുന്നത് ദുബായിലെ കിസേസിലുള്ള കാറ്റിൽ മാർക്കറ്റ് അഥവാ കന്നുകാലി ചന്തയിലേക്കാണ്. ഒരുപക്ഷെ അധികം പേരും പുറമേ നിന്നും മാത്രം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിലെ നിങ്ങൾ അറിയാത്ത ചില കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ തുടർന്ന് കാണുക. രാവിലെ 7 മണി മുതൽ 8 മണി വരെ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിൽ 100 കണക്കിന് ഷോപ്പുകളാണുള്ളത്. വിവിധ ഇനം ആടുകൾ, എരുമകൾ, പശുക്കൾ, ഒട്ടകം, കോഴി, അങ്ങനെ വലിയ ഒരു മാർക്കറ്റാണിത്. യു എയിലെ പരമ്പരാഗത കന്നുകാലി വ്യാപാരവും ഗ്രാമീണ ജീവിതത്തിന്റെ രുചിയും അനുഭവിക്കാൻ ഇവിടെ നമുക്ക് അവസരം നൽകുന്നു. എന്റെ ഈ പുറകിൽ കാണുന്ന ഈ ആടുകളൊക്കെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എത്തോപ്യ, ഓസ്ട്രേലിയ, അങ്ങനെ യു എ ലോക്കൽ, അങ്ങനെ നിരവധി ആടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവയൊക്കെ വിൽക്കുവാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അറുക്കുവാനും മറ്റും ആവശ്യങ്ങൾക്കായി നമുക്ക് ഇഷ്ടമുള്ള ആടിനെ നമുക്ക് തൂക്കം അനുസരിച്ച് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. പക്ഷെ ബലി പെരുന്നാൾ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ആട് വാങ്ങാൻ വരുന്നവരുടെ വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സാധനം കെട്ടിത്തൂക്കിയിട്ട് തിന്നുന്നത് കണ്ടോ, അതൊരു ഉപ്പാണ്. അത് ആടുകൾക്ക് ആസ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. ഞാൻ നിൽക്കുന്ന ഈ ഷോപ്പിന്റെ ഓണർ എൻ്റെ കൂടെ ഉണ്ട്. सर जी कैसे आप? अल्हम्दुलिल्लाह. नाम कैसे है आपका? मोहम्मद वसीम. मोहम्मद वसीम, पाकिस्तान से. आप एक दुकान वाला है? यही. एक कौन सा बकरी है? बस यूएई का और बाहर भी है? यूएई का नहीं है, सोमाली है, इंडोनेशिया का है, इंडिया का है. इंडिया वाला है? इंडिया वाला दुबई. इंडिया किधर से आते हैं? राजस्थान. मेरा. अच्छा. अब्बास भाई का नाम लो, इधर आओ, डिस्काउंट प्राइस में मिलेगा, अच्छा प्राइस में देगा, मिला के देगा आपको. ഇവിടെ വന്ന് എന്റെ പേര് അബ്ബാസ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഡിസ്കൗണ്ട് തരുന്നു പറഞ്ഞിട്ടുണ്ട്. ഷോപ്പ് ഇതാണ്. ഷോപ്പ് കാ നാം നമ്പർ 137 है. ഷോപ്പ് കാ നാം गुलाम मूसा लाइव स्टॉक. ये 1.5 फुट का भी तस्वीर लो. बाय. ये 1.5 फुट का तस्वीर लो. हमारा चाचा है. चाचा कैसे अब? अल्हम्दुलिल्लाह. आपका नाम? वाजिद भाई. ओके. ഇപ്പോൾ വേറൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കളറുകൾ കൂടിയാണ്. കറുത്ത ശരീരവും വെളുത്ത തലയുമായുള്ള നജൂദി വിഭാഗത്തിൽപ്പെട്ട സൗദി ആടുകൾ മുതൽ ഭീമാകാരമായ സുഡാനി ആടുകൾ വരെ ഇവിടെ കാണാം. ഏകദേശം 1500 ദിർഹം, അതായത് നാട്ടിലെ 35,000 രൂപ വരെ വില വരുന്ന യു എ ആടാണിത്. ഇവയെല്ലാം വളരെ വലിപ്പത്തോടു കൂടിയവയാണ്. കസ്റ്റമേഴ്സ് ആടിനെ വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരാടിനെ കൊണ്ടുവന്ന് വായിട്ട് തുറന്നു നോക്കാണ്. അപ്പോൾ ചുമപ്പ് കളർ വേണമെന്നാ പറയുന്നത്. ചുമപ്പ് കളർ ഉണ്ടെങ്കിൽ നല്ലതെന്നാ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഓരോരോ ആടിനെ പിടിച്ച് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ലാൽ അച്ഛാ അച്ഛായേ. അവർ ഓരോ ആടിനെയും പിടിച്ചു കൊണ്ടുവന്ന് അതിന്റെ വായ തുറന്നിട്ട് പല്ല് നോക്കും. പല്ല് ചുവപ്പ് കളർ ആണെങ്കിൽ നല്ലതല്ല, പല്ല് വെള്ള വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ലാൽ എന്ന് പറഞ്ഞിട്ട് അവർ ഓരോ ആടിനെയും വേണ്ടാന്ന് പറയാണ്. ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദ് അൽ സൂക്കി ഷോപ്പിന്റെ മുമ്പിലാണ്. ഇവിടെ നമ്മുടെ भैया आपका नाम क्या है भैया? मलिक है. कैसे हो? पाकिस्तान से. पाकिस्तान. आपका ये वाला पूरा यूएई का है और
और सोमालिया का आता സോമയിലേക്ക് അഭിയാത്തെ हाँ ഓക്കെ ഓക്കെ. ആടുകൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്, ഭീമാകാരമായ പോത്തുകളും എരുമകളും ഒക്കെ ഉണ്ട്. ഞാനിപ്പോ പോകുന്ന ഒരു പോത്തിന്റെ ഷോപ്പിലേക്കാണ്. പോത്താണോ എരുമയാണോ? ഇത് പോത്തല്ലേ? ഇവിടെ പല രൂപത്തിലും പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള എരുമകൾ, പശുക്കൾ എല്ലാം കൗതുകമുള്ള കാഴ്ചകളാണ്. ഫാമിലിയും ഒക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. ഞാൻ ഈ ഷോപ്പിൽ ഇപ്പം പാല് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി പശുവിനെ കറന്നു കഴിഞ്ഞു. പശുവിന്റെ പാലാണ് ഞാൻ വാങ്ങാനുള്ളത്. ഇപ്പം എരുമേനെ കറക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് എരുമക്കുട്ടീനെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ്. അതിന് കുടിച്ചിട്ട് മതിയായിട്ടില്ല, പക്ഷെ വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ഭയ്യ ഇവിടെ ഓൾറെഡി പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്തുവാൻ അല്പം വൈകിപ്പോയതിനാൽ പശുക്കളെയൊക്കെ ഓൾറെഡി കറന്ന് പാലൊക്കെ കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ട്. കറവയ്ക്കുള്ള പ്രൊസീജിയർ എല്ലാം ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. തൊഴിക്കാതിരിക്കാൻ ആദ്യം കാലുകൾ കെട്ടിവെച്ച്, പിന്നെ അകിടക്കൊന്ന് തടവി, പിന്നെ പുറമൊക്കൊന്ന് തടവി, ആൾ ശാന്തനായെന്നറിഞ്ഞപ്പോൾ നേരെ കറവയിലേക്ക്. കറന്നെടുത്ത പാല് ഇവർ ഇവിടെ കൊണ്ടുവന്ന് അരിച്ചെടുക്കും. അടുത്ത ആള് വീണ്ടും കറന്നുകൊണ്ട് അരിക്കാനായി വരുന്നുണ്ട്. കറവയ്ക്ക് ശേഷം അവയെ വെള്ളം കുടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. വെതറും അവ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തോതും അനുസരിച്ച് കറവയുള്ള ഒരു പശു ഒരു ദിവസം 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്നാണ് കണക്ക്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന എരുമയുടെ സൈഡിലായി തന്നെ അടുത്ത ഊഴത്തിനായി കാത്തിരിക്കുന്ന എരുമകളെയും കാണാം. നോക്കി പേടിപ്പിക്കുന്നതാ. भाई 2 गाय का मिल्क है हाँ और अंडा है? अंडा भी एक अंडा चाहिए, एक अंडा चाहिए एक ट्रे वाला. अंडा कितने है? अंडा 35 30 ദിറം, 30 ദിറം. ശരിക്കും 30 ദിറംസേ ഉള്ളൂ. നമ്മള് കോഴിക്കൂട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്ന് മുട്ട പെറുക്കി എടുക്കൂല, അതുപോലെ മുട്ട നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല നാടൻ മുട്ട, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മുമ്പ് വാങ്ങിക്കാറുണ്ട് ഇവിടുന്ന്. 19 നമ്പർ അൽ ബറാരി ലൈവ് സ്റ്റോക്ക് ട്രേഡിംഗിൽ നിന്നുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം പറയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ, കിസേസ് കാറ്റിൽ മാർക്കറ്റ് കാഴ്ചകൾ ഇഷ്ടമായില്ലേ? കമന്റായി അറിയിക്കുക. ആട്, പോത്ത് അല്ലെങ്കിൽ കറന്ന ഉടനെയുള്ള ഫ്രഷ് മിൽക്ക്, നല്ല ഫ്രഷ് നാടൻ മുട്ടകൾ, നല്ല പശുവിൻ പാലിൽ ഉണ്ടാക്കിയെടുത്ത നെയ് വേണ്ടവർ നേരെ വിട്ടോളൂ കിസേസ് മദീന മാളിന്റെ മുൻപിലുള്ള കാറ്റിൽ മാർക്കറ്റിലേക്ക്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.